കയ്യിൽ വലിയ പൈസയൊന്നും ഇല്ലാത്തവർക്ക് ഇഞ്ചിൻ അഴിച്ചിറക്കാതെ കാർബണിൻ്റെ ആ ഒരു ഡീകാർബണേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ചെയ്യാവുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പുകയ്ക്കും മാറ്റം വരും. ഈ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വണ്ടിയിൽ നിന്നും പോകുന്നതാണ്. അത് ചെയ്യാൻ ഏതാണ്ട് ആൾട്ടോയ്ക്ക് 1500 800 cc 1500. ഇത് സ്ഥിതി ചെയ്യുന്നത് കുന്നിക്കോട് നിന്ന് പത്തനാപുരം റൂട്ടിൽ തിരിയുമ്പോൾ ആ ഇടത്ത് സൈഡിലൊരു അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റാണ് കുന്നിക്കോട് നിന്ന് പത്തനാപുരം റൂട്ട് തിരിയുമ്പോൾ. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം 30,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടിയും പെട്രോൾ വണ്ടി ഇത് ചെയ്യാനുള്ള സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. ഇത് ഡോമിനോർ 250 ഇത് പിന്നെ പുനലൂരുള്ള ഒരു വണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ സെൻസർ വണ്ടി ആയതുകൊണ്ട് എൻജിൻ അടിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഹോസ് അഴിച്ചിട്ട് പൈപ്പ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതൊരു 20 മിനിറ്റാണ് ടൈം വേണ്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏത് വണ്ടി എല്ലാ വണ്ടിയും ഞങ്ങൾ ചെയ്യും. 550 cc മുതൽ നമുക്ക് 15,000 എൻജിൻ cc വരെയുള്ള വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ. ഇതാണ് ഡീകാർബണേഷൻ്റെ മിഷന്. ഈ കാണുന്നതാണ് കാർബൺ കയറി നിറഞ്ഞു നിൽക്കുന്നത്. ഇതിന് ഫുള്ള് വൈറ്റ് ആവും. ഈ റെഡ് കളർ മാറി വൈറ്റ് ആവണം, എന്നാലേ അത് കാർബൺ മൊത്തം ഇറങ്ങിപ്പോയത് നമ്മളറിയും. ഏതാണ്ട് ഇപ്പോൾ ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 30 സെക്കൻഡ് ഇട്ടേക്കണം. ഇത് വലുതായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നമ്മുടെ ഈ എയർ ഫിൽറ്റർ അഴിച്ചിട്ട് അതിനകത്തേക്കാണ് ഈ ഓക്സിജൻ കൊടുക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഹൈഡ്രജൻ കിട്ടിയിട്ട് നമ്മുടെ വണ്ടിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം വലിച്ചെടുത്ത് മാറ്റുകയാണ്. ഇത് നല്ല സ്മൂത്താവും. പിന്നെ അതുപോലെ തന്നെ നല്ല മൈലേജ് കിട്ടും. ഇപ്പോൾ ഏതാണ്ട് ഇത്രയായിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്.
നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ കാർബൺ ഏതാണ്ട് ഇത്രയായിട്ടുണ്ട്. ഇപ്പം ഈ കാർബൺ നിറഞ്ഞിരിക്കുന്നതാണ് റെഡ് കാണിക്കുന്നത്, വൈറ്റ് കാർബൺ പോയതിൻ്റെയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പുകയെടുക്കാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഈ കടയുടെ പേര്. ഇപ്പോൾ നമ്മുടെ കാർബണിൻ്റെ അളവ് ഇതിൻ്റെ ഇത്രയായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അത് അരമണിക്കൂറോളം എടുക്കും ഈ കാർബൺ ഇറങ്ങി പോകാനെ കൊണ്ട് വണ്ടിയിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയോ പ്രോസസ്സിംഗ് ഒക്കെ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇതാണ് മെഷീൻ. ഈ മെഷീനകത്ത് പല പല പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കാർബൺ ഇത്രയായിട്ടുണ്ട്. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം തീർന്നിരിക്കുന്നു നമ്മുടെ കാർബൺ മൊത്തം. ഇപ്പം കാർബൺ മൊത്തം തീർന്നിരിക്കുന്നു. പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു.